അനുമോൾക്കിട്ട് പൊട്ടിച്ച് ലാലേട്ടൻ. എൻ്റെ പൊന്നെ, നമ്മൾ പറഞ്ഞിരുന്ന ഒരു ടോപ്പിക്ക് ഇന്ന് ഭയങ്കര വലിയൊരു വിഷയമായിട്ട് മാറുന്നതാണ്. പ്രൊമോയിൽ കാണാൻ പറ്റിയത് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് അനുമോൾ അത് വ്യക്തമാക്കണം. ഒരാളെ പറ്റി അയാളുടെ നോട്ടം ശരിയല്ല എന്ന് നമ്മൾ ഉന്നയിക്കുമ്പോൾ അത് ഭയങ്കര വലിയൊരു റോങ് സ്റ്റേറ്റ്മെന്റ്. അത് ഏത് അർത്ഥത്തിലാണ് ആ നോട്ടം ശരിയല്ലാത്ത എന്നുള്ള സാധനം ക്ലിയർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് വിഷയമാണെന്ന് ഞാൻ മുന്നേ നിങ്ങളോട് അന്ന് റിവ്യൂ ചെയ്ത എപ്പിസോഡിൽ തന്നെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജിസേലിൻ്റെ ഒരു കോമഡി സാധനവും പിന്നെ നമ്മുടെ എവിക്ഷൻ പ്രൊമോയും, അങ്ങനെ 3 പ്രൊമോ ഇന്ന് വന്നിട്ടുണ്ട്. ഇനി പ്രൊമോസ് വരുമോ എന്തോ. മെയിൻ എന്തെങ്കിലും ഒരു പ്രൊമോ വന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അപ്പോൾ എന്താണ് പ്രൊമോക്കകത്തുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം ഈ പറയുന്ന അനുമോളുടെ അടുത്താണ് ലാലേട്ടൻ വന്നിട്ട്, അനുമോളെ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ അക്ബർ ഇതൊന്നും അറിയുന്നില്ലല്ലോ. അപ്പൊ അക്ബർ, എൻ്റെ ദൈവമേ, ഇത് എന്തുവാ ഇതെന്നുള്ള അർത്ഥത്തിൽ നിൽക്കുക. അപ്പം എന്തുകൊണ്ടാണ് അനുമോൾ അങ്ങനെ പറഞ്ഞത്? അയ്യോ അതില്ല, ചുമ്മാ പറഞ്ഞത്. ശേ അങ്ങനെ എന്ത് അർത്ഥത്തിലാണ് അനുമോൾ പറഞ്ഞതെന്ന് അറിയണം. അനുമോൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ അനുമോള് ഞാൻ പറഞ്ഞു സമ്മതിക്കണ വേണ്ട തപ്പുന്നു. അപ്പൊ ലാലേട്ടൻ എന്നാ പിന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കളയാം എന്ന് പറഞ്ഞ് വീഡിയോ എന്തായാലും പ്ലേ ചെയ്യുന്ന അനുമോൾക്കുള്ളത് കൊടുക്കും. കാരണം ഞാൻ പറഞ്ഞു, ഈ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ലൈവില് ഈ അക്ബറിന്റെ നോട്ടത്തിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അനുമോൾ ഇന്നത് പറയും. ഇത് അനുമോൾക്ക് സത്യം പറഞ്ഞാൽ വിനയാണ്. ഈ സാധനം ഒന്നും ഇല്ലാത്തൊരു കണ്ടന്റ് ആണെങ്കിൽ ഇന്ന് ലാലേട്ടൻ വന്നത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അനുമോൾ വെറുതെ പറഞ്ഞു, നിസാരം പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാതെ ഒരാളുടെ മേൽ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റിവിറ്റി വരും അനുമോൾക്കെതിരെ. ഓക്കെ, ഇതാണ് ഒരു പ്രൊമോ. രണ്ടാമത്തെ പ്രൊമോ വിറ്റാണ്, ജിസേലിന്റെ ഒരു പ്രൊമോയാണ്. ജിസേലെ എന്ത് പറ്റി പുറത്ത് കിടന്ന് ടാസ്കിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഞാൻ പുറത്ത് കിടന്നു, ഈ ഷാനവാസിനെ ഞാൻ അവിടെ നല്ലപോലെ മെഡിസിൻ കഴിച്ച് ഉടങ്ങിയിട്ട് അവന് കാവലിരുന്നു മോർണിംഗ് വരെ. അപ്പൊ അതിനുശേഷം ഞാൻ അഭിനയിക്കുകയായിരുന്നു, ഞാൻ ഉടങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ശംഖ് പൊട്ടിപ്പോയി ലാലേട്ട, എന്റെ ശംഖ് പൊട്ടിപ്പോയി. അപ്പൊ ലാലേട്ട ശംഖ് പൊട്ടിപ്പോയോ? ആ ലാലേട്ട പൊട്ടിപ്പോയി. എന്താ ഷാനവാസേ? അത് ലാലേട്ട ഞാൻ ഉറങ്ങിയൊന്നുമില്ല. ഞാൻ 2 ദിവസം എന്താ ചെയ്തത്? ഇവർ ഈ പറഞ്ഞ് സംസാരിച്ചോണ്ട് കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ ഇതെല്ലാം ആക്ടിങ് ചെയ്യായിരുന്നു. ഞാൻ സത്യമായിട്ട് ഉറങ്ങിയൊന്നുമില്ല. അപ്പൊ ജിസേലെ എന്തായത്? ആ ലാലേട്ട ഇയാള് പഠിക്കുന്നൊക്കെ ഗെയിമാണ്, പക്ഷേ എന്റെ ചങ്ക് പൊട്ടിപ്പോയി ലാലേട്ട, പൊട്ടിപ്പോയി. അപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പം? ചങ്ക് പൊട്ടിപ്പോയോ? പൊട്ടി. അപ്പൊ ലാലേട്ടൻ പൊട്ടി എന്നിങ്ങനെ പറയുന്ന ഒരു സാധനമാണ് രണ്ടാമത്തെ പ്രൊമോ. മൂന്നാമത്തെ പ്രൊമോയില് ലാലേട്ടൻ നേരെ വരുന്നു. എവിക്ഷനാണ്. ഒരാൾ എൻ്റെ അടുത്തോട്ട് വരാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നേരെ ബിഗ് ബോസ് വീടിൻ്റെ വാതിൽ ഇങ്ങനെ അടയുന്ന സാധനമാണ് കാണിക്കുന്നത്. ആ വാതിൽ അടയുമ്പോൾ അവിടെ സൈഡിൽ അനുമോൾ നിൽപ്പുണ്ട്. അപ്പം എന്താണ്? അനുമോളല്ല. ഓക്കെ, പിന്നെ ആരാണ് എവിക്റ്റ് ആയത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ സ്പോയിലർ വേണമെങ്കിൽ ആ വീഡിയോയിൽ കാണാം ആരാണ് ഔട്ടായതെന്നുള്ളത്. ഓക്കെ, ഇത് 2-3 വീഡിയോസ് താഴോട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നോക്കാം. ഇനി എപ്പിസോഡ് വരട്ടെ, പ്രൊമോസ് വരട്ടെ, വിവരങ്ങൾ വരട്ടെ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് ഇപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ബൈ.